ഓരോരുത്തരും അവരവരുടെ പേരുകൾ എഴുതണമെന്ന് നമ്മൾ കണ്ടു. ജോസഫ് എന്നാണെങ്കിൽ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനത ജോസഫ് സമ്മതിച്ചു. ജോസഫിൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി. കാരണം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നാണ് പടികളിലെല്ലാം ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വേറെ എന്തോ കാര്യങ്ങൾ പറയുന്നത് പോലെ നമുക്ക് തോന്നാതിരിക്കാനും, ഞാൻ എൻ്റെ കാര്യമാണ് മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ എൻ്റെ കാര്യമാണ് പടികളിലൂടെ ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാനുമായിട്ടാണ് അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൽക്കഹോളിസംസിന് മൊത്തത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഷിബു എന്ന് പറയുന്ന എൻ്റെ സുബോധാവസ്ഥ നിലനിർത്താനും അത് പരിരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുന്നോട്ടുള്ള പടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിത്തറ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. പവർലെസ്നെസ്സിനെക്കുറിച്ച്, അൺമാനേജബിലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മളൊരു കവാടം പണിയാൻ പോവുകയാണ്. എന്തിനുള്ള കവാടമാണ്? സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടിയിട്ടുള്ള കവാടം. ജോയ്സ്, ഫ്രീ ആൻഡ് ഹാപ്പി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു കവാടം. ആ കവാടത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റോൺ അല്ലെങ്കിൽ അടിക്കല്ല് എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് 1-ാം പടിയാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത 2 ഭാഗത്ത്, അതായത് കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ മൂലക്കല്ല് എന്നുള്ളൊരാശയത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇംഗ്ലീഷിൽ 2-ാം പടിയെ പറയുന്നത് കെയിം ടു ബിലീവ് ദാറ്റ് എ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ് കുഡ് റീസ്റ്റോർ അസ് ടു സാനിറ്റി. അപ്പോൾ കെയിം ടു ബിലീവ് എ പവർ ഗ്രേറ്റർ ദാൻ ഷിബു കുഡ് റീസ്റ്റോർ ഷിബു ടു സാനിറ്റി. അപ്പോൾ അവിടെ സംസാരിക്കുന്നത് ബിലീവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, റീസ്റ്റോർ എന്ന് പറയുന്ന വാക്ക് സംസാരിക്കുന്നുണ്ട്, സാനിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഞങ്ങളെ സുബോധവാന്മാരാക്കുവാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി. അല്ലെങ്കിൽ ഷിബുവിനെ സുബോധവാനാക്കുവാൻ ഷിബുവിനേക്കാൾ ഒരു വലിയ ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഷിബു വിശ്വസിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ ഞങ്ങൾ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ എന്ന സ്ഥാനത്ത് അവനവൻ്റെ പേര് എഴുതുവാണെങ്കിൽ, ബുക്കിലാണെങ്കിലും നമ്മൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ, എൻ്റെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും. നമുക്കറിയാം, സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ നോർമൽ ഡ്രിങ്കറിൻ്റെ ശരീരത്ത് ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല അബ്നോർമൽ ഡ്രിങ്കേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളുടെ ശരീരത്ത് മദ്യം പ്രവർത്തിക്കുന്നത്. അത് ഓരോ ആൽക്കഹോളിക്കിൻ്റെയും ശാരീരിക പ്രക്രിയയാണ്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു കെമിസ്ട്രിയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മെമ്പർ വീണ്ടും കുടിച്ചപ്പോൾ പറഞ്ഞത്, ഒരു പെഗ് അടിച്ച് കഴിഞ്ഞപ്പോൾ 30 ബിയറോളം അയാൾ തുടർച്ചയായിട്ട് കുടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബീറടിക്കാൻ വെച്ചിരുന്ന ആളാണ് 30 ബീർ കുടിച്ചത്. അപ്പോൾ അത് വീണ്ടും നമ്മൾ തന്നെ കുടിയിലേക്ക് വീണില്ലെങ്കിലും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ പലരും വീഴുമ്പോഴും അവരുടെ ജീവിതത്തിൽ പല സംഭവങ്ങളുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും, ഒരു ആൽക്കഹോളിക്കിൻ്റെ പിക്ചർ അല്ലെങ്കിൽ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇവിടെ സംസാരിക്കുന്നത് ഒരിക്കൽ ജീവൻ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന, അല്ലെങ്കിൽ തീർച്ചയായിട്ടും മരിച്ചു പോയേക്കാവുന്ന ഒരാളായിരുന്ന എനിക്ക് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ്. അതല്ലാതെ എനിക്കുണ്ടായ കുറേ അറിവുകൾ ഇവിടെ പങ്കുവയ്ക്കുവാനോ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പാണ്ഡിത്യം വെളിപ്പെടുത്താനോ ഒന്നുമല്ല. അല്ലെങ്കിൽ പറയും ദർ ഈസ് നോ ഗ്രാജുവേഷൻ. ഒരു ഗ്രാജുവേഷൻ ഇല്ല എന്ന് പറയുന്നു. കാരണം എല്ലാ ദിവസവും സ്റ്റഡി ചെയ്യുന്നവരാണ്. ഗ്രാജുവേഷൻ കിട്ടുന്നത് മരണം വരെയാണ്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് തികച്ചും എന്നെ ബാധിച്ച പ്രശ്നത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് പറയാനും ആണ്. അപ്പോൾ ഈ മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും അല്ലെങ്കിൽ 100% പ്രയോജനം കിട്ടുന്നത് എനിക്കാണ്. ബാക്കിയെല്ലാം സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡിയറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. കാരണം ഞാനിപ്പോൾ ഈ ഒരു 2-ാം പടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വായിക്കേണ്ടി വരും.
ഞാൻ എൻ്റെ സ്പോൺസർമാരുമായിട്ട് ചെയ്ത സ്റ്റെപ്പുകളെ പറ്റി ചിന്തിക്കേണ്ടി വരും. കാരണം എല്ലാ വർഷവും തന്നെ ആരോടെങ്കിലുമൊക്കെ ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനും സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകാനൊക്കെ നമ്മൾ ശ്രമിക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അത് ആദ്യ കാലഘട്ടങ്ങളിൽ മാത്രമല്ല, ദിവസം തോറും സ്റ്റെപ്പിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്പോൺസറുണ്ടെങ്കിൽ ആ സ്പോൺസറിൻ്റെ കൂടെ എല്ലാ വർഷവും തന്നെ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1-ാം പടി മുതൽ 12-ാം പടി വരെയുള്ള ഒരു കാര്യം ഒരു സ്പോൺസറായിട്ട് എല്ലാ വർഷം തന്നെ ചെയ്യുന്ന ഒരാളായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷമൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ വർഷങ്ങളിലെല്ലാം എനിക്ക് ഒരു സ്പോൺസറെ കണ്ടെത്താനും അയാളോടൊപ്പം വിവിധ രീതിയിൽ, ഇപ്പോൾ ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വാലിപ്പി എഴുതിയൊരു പുസ്തകമാണ്. പിന്നെ 12 and 12 ഉണ്ട്, 12 പടികളും 12 പാരമ്പര്യങ്ങളും. പിന്നെ നമ്മുടെ ബിഗ് ബുക്കും. ആത്യന്തികമായിട്ട് എല്ലാവരും പടികൾ ചെയ്യുന്നത് ബിഗ് ബുക്കിലൂടെയാണെങ്കിലും ഒരുപാട് പിന്നീട് വന്ന പല AI മെമ്പേഴ്സും ഈ പടികൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് എഴുത്തുകളും ലേഖനങ്ങളും ആർട്ടിക്കിളുകളും ഒക്കെ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഇന്ന് 89 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു AIയുടെ അവസ്ഥയല്ല ഇന്ന്. നമുക്ക് ഹാൻഡ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ കൈ നിറയെ പടികൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് ഒരു ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ മരിച്ചു പോയേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ജീവിക്കാനുള്ളൊരവസ്ഥയിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നെ സഹായിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ട് മാത്രമാണ് ഞാനിന്നിവിടെ എണീറ്റ് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാനൊരു നോർമൽ ഡ്രിങ്കർ ആയിരുന്നില്ല, അല്ലെങ്കിൽ അല്ല എന്നുള്ളതാണ്. ഇപ്പോഴും അല്ല, ഒരു ആൽക്കഹോളിക്കാണ്. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല എന്നുള്ള ഒരു വീക്കായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ധർമ്മസങ്കടമാണ്. ചിലപ്പോൾ 2 പേര് പകടിച്ചിട്ടൊക്കെ പോകുന്ന ഒരുപാട് പേരെ കാണുകയും, ഇപ്പം എൻ്റെ മൂത്ത സിസ്റ്ററുടെ ഹസ്ബൻഡ് ക്രിസ്മസിന് ഒരു ബിയർ മാത്രമേ അടിക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു ബിയറിൽ അയാൾ നിർത്തും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട്, അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു നിങ്ങൾ ഇത് കുടിക്കാണ്ടിരിക്കുകയല്ലോ അതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാവും അവരെന്തുമാത്രം എൻജോയ് ചെയ്താണ് അത് കഴിക്കുന്നത്. പക്ഷേ എന്നെപ്പോലുള്ള ഒരു ആൽക്കഹോളിക്കിന്, അല്ലെങ്കിൽ ഷിബുവിനെ പോലെ ആൽക്കഹോളിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരാൾക്ക് വീണ്ടും ഒരു പെഗ്, ഒരു തുള്ളി അകത്ത് ചെന്നാൽ, ഒരു ഡ്രോപ്പ് അകത്ത് ചെന്നാൽ വീണ്ടും ക്രേവിങ് ഉണ്ടാവുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ അതൊരു വീക്ക്നെസ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരാളുടെ മുമ്പിൽ പറയുക എന്നുള്ളത് വളരെ വീക്ക്നെസ്സാണ്, ബലഹീനതയാണ്. കാരണം കുടിച്ചിരുന്ന കാലഘട്ടത്തിൽ പലരും എൻ്റെ കൂട്ടുകാർ പറയായിരുന്നു, നിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ നിൻ്റെ എന്തോരം കഴിച്ചാലും നിന്നെ വീഴത്തില്ല, നീ ഛർദ്ദിക്കത്തില്ല, നീ ബോധം കിട്ടു പോകുന്നില്ല എന്നൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പറയുമായിരുന്നു. പക്ഷേ കരൾ പോയതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഛർദ്ദിക്കാതിരുന്നതും വീക്ക്നെസ് വന്നതോ അല്ലെങ്കിൽ കപ്പാസിറ്റി വന്നതെന്നൊക്കെ പിന്നീട് എനിക്ക് AIയിൽ വന്നതിന് ശേഷമൊക്കെയാണ് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയത്. അപ്പോൾ AIയിൽ നമ്മൾ ശക്തിഹീനത അംഗീകരിക്കുകയാണ്. ആ ബലഹീനത അംഗീകരിക്കുന്നവരുടെ ഒരു ശക്തിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാരണം ഇന്ന് എനിക്കറിയാം, ആൽക്കഹോൾ എന്ന് പറയുന്ന, മദ്യം എന്ന് പറയുന്ന ഏത് ഫോം ഓഫ് ആൽക്കഹോളായാലും, ബിയറായാലും വീഞ്ഞായാലും വീട്ടിലുണ്ടാക്കുന്ന ചാരായമായാലും ഷാമ്പെയിനായാലും എനി ഫോം ഓഫ് ആൽക്കഹോൾ, ഇനിയിപ്പോൾ ഏതെങ്കിലും ചോക്ലേറ്റിൽ പൊതിഞ്ഞ വൈനായാലും ഒക്കെ, അല്ലെങ്കിൽ 1000 വർഷം പൊതിഞ്ഞു സൂക്ഷിച്ച വൈനായാലും ഒക്കെ, എനി ഫോം ഓഫ് ആൽക്കഹോൾ എൻ്റെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആൽക്കഹോളിക്കാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ ഞാൻ സ്വീകരിച്ചാൽ മാത്രമേ അതിൽ നിന്ന് മോചിതനാകുകയുള്ളൂ എന്നും എനിക്കറിയാം. ലോകത്തുള്ള ലോകത്തിലുള്ള എല്ലാവരും, എല്ലാ ശാസ്ത്രജ്ഞന്മാരും, ബൾബ് കണ്ടുപിടിച്ച ആളായാലും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ആളായാലും ഫ്ലൈറ്റ് എങ്ങനെ പറക്കുന്നുവെന്ന് കണ്ടുപിടിച്ച ആളുകളായാലും, ഇവരെല്ലാം ഈ അവരുടെ പരീക്ഷണങ്ങൾ പരീക്ഷിച്ച് അവസാനമാണ് വിജയം നേടിയത്. അപ്പോൾ ആൽക്കഹോളിക്കായിട്ടുള്ള ഒരാൾ തങ്ങളുടെ ജീവിതത്തിൽ മദ്യം, പ്രത്യേകിച്ച് ഞാൻ മദ്യം ഉപയോഗിച്ച് എൻ്റെ കരളിനും എൻ്റെ ചെസ്റ്റിനും എൻ്റെ ബ്രെയിനും എല്ലാം വളരെയധികം നശിപ്പിച്ച് കളയല്ല, ഡാമേജ് വന്നതിന് ശേഷമാണ് ഞാൻ AIയിലെത്തിയത്. ദീർഘനാളത്തെ കുടി അല്ലെങ്കിൽ ഈ മദ്യവുമായിട്ടുള്ള എൻ്റെ ബന്ധപ്പെടൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നു.
എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ കുടിച്ചപ്പോഴെല്ലാം, അല്ലെങ്കിൽ കുടിക്കണ്ടെന്ന് തീരുമാനിച്ച് വീണ്ടും കുടിച്ചപ്പോഴെല്ലാം, അല്ലെങ്കിൽ ആദ്യത്തെ കുടി എടുത്തപ്പോഴെല്ലാം എനിക്ക് അമിതമായി കുടിക്കേണ്ടത് വന്നു. എൻ്റെ പ്രശ്നങ്ങളുടെ എണ്ണം കൂടി വർദ്ധിച്ചു വന്നു. അപ്പോൾ ആ വീക്ക്നെസ് അല്ലെങ്കിൽ ആ ബലഹീനത മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒന്നാം പടിയിൽ നിന്നും ഞാൻ മറ്റൊരു ശക്തി എനിക്ക് ആവശ്യമുണ്ട്, ഒരു ഹയർ പവർ എനിക്ക് ആവശ്യമുണ്ടെന്നുള്ളൊരു ആശയത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ബുക്കിൽ പറയുന്നത് കെയിം ടു ബിലീവ് എന്നാണ്. ദാറ്റ് എ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ്. പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ്, നമ്മളെക്കാൾ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഷിബുവിനേക്കാൾ ഒരു വലിയ ശക്തി പുറത്തുനിന്ന് വന്നതുകൊണ്ടാണ് എന്നെ സാനിറ്റിയിലേക്ക്, ഇൻസാനിറ്റിയിൽ നിന്ന് സാനിറ്റിയിലേക്ക് റീസ്റ്റോർ ചെയ്തത് എന്നുള്ളതാണ് ആ പാരഗ്രാഫ് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാം പടിയിൽ പറയുന്നത്. നമ്മളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അതിന് 3 വാക്കുകളാണ് അവിടെ. കെയിം ടു ബിലീവ്. വന്നുകൊണ്ടിരുന്നു, വിശ്വാസത്തിലേക്ക് വന്നു. കെയിം എന്ന വാക്കിന് മലയാളത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എയിലേക്ക് വന്നു. കെയിം ടു എന്ന് പറഞ്ഞാൽ എയുടെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ തുടർച്ചയായിട്ടുള്ള വരവിനെ സൂചിപ്പിക്കാനാണ്. കെയിം ടു ബിലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ ബിലീവിന് പല അർത്ഥങ്ങളുണ്ട്. സത്യമെന്ന് വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ധരിക്കുക, ഊഹിക്കുക, കരുതുക എന്നൊക്കെയുള്ള ബിലീവിന് ഒരുപാട് അർത്ഥങ്ങളാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ലോകത്തിലെ പല ആളുകളും 2 മില്യൺ ആളുകൾ കടന്നു വന്നതിന് ശേഷമാണ് ഈ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ് എന്ന് പറയുന്ന ആ ശക്തിയിൽ വിശ്വസിക്കാനായിട്ട് തയ്യാറായത്. ആ പോയിൻ്റ്, അല്ലെങ്കിൽ ഉന്നത ശക്തി എന്ന് പറയുന്ന പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ്, എന്നേക്കാൾ വലിയൊരു ശക്തി എന്ന് പറയുന്ന വിശ്വാസത്തിലേക്ക് കടന്നു വരണമെങ്കിൽ തീർച്ചയായും മീറ്റിങ്ങിലൂടെയുള്ള തുടർച്ചയായ പോക്കിലൂടെ തന്നെയാണ് എനിക്കും സംഭവിച്ചത്. അതായത് ഷിബു വന്നു, ഷിബു വന്നുകൊണ്ടിരുന്നു, ഷിബു കെയിം ടു ബിലീവ്, ഷിബു വന്നുകൊണ്ടിരുന്നതിനാൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എപ്പോഴും സ്ട്രോങ് ആയിട്ട്, അതിശക്തമായിട്ട് ഓരോ ആൽക്കഹോളിക്കിനോടും മീറ്റിങ്ങിലേക്ക് പോകാനായിട്ട്, മെമ്പേഴ്സ് ആണെങ്കിലും എയുടെ ഗ്രൂപ്പുകളാണെങ്കിലും എയിലെ മീറ്റിങ്ങുകളാണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്, മീറ്റിങ്ങിന് വരിക. എന്തുകൊണ്ടാണ് ഈ മീറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റിംഗ് എന്തുകൊണ്ടാണ്? അവിടെ വെച്ചാണ് നമുക്ക് റിക്കവറിയിലെ ആളുകളെ കണ്ടെത്താൻ കഴിയുക. അവിടെ വെച്ചാണ് നമ്മൾ ഇതുപോലെ ഇൻസാനിറ്റിയിൽ നിന്ന് സാനിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഭ്രാന്തമായ ഒരവസ്ഥയിൽ നിന്ന് സാനിറ്റിയിലേക്കുള്ള ഒരു യാത്രയിൽ, അല്ലെങ്കിൽ ഭ്രാന്തില്ലാത്തൊരവസ്ഥയിലേക്കുള്ള ആളുകളെ കണ്ടുമുട്ടാൻ കഴിയുന്നത്. നമ്മൾ ഈ രണ്ടാമത്തെ പടിയിലെ പാരഗ്രാഫ്, അതായത് കെയിം ടു ബിലീവ് ദാറ്റ് എ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ് കുഡ് റീസ്റ്റോർ അസ് ടു സാനിറ്റി, സോബ്രേറ്റി എന്നല്ല പറയുന്നത്, സാനിറ്റി. എന്തുകൊണ്ടാണ് എയിൽ ഈ സോബ്രേറ്റി എന്ന വാക്കുകൾ ഈ പടികളിൽ മിക്കവാറും നമുക്ക് കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ സാനിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? കാരണം മീറ്റിങ്ങിൽ കടന്നു ചെല്ലുമ്പോഴാണ് ആളുകൾ, എയിലെ അംഗങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ടച്ച് എന്നാണ് പറയുക. ടച്ചിലൂടെ, അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ, ലിസണിങ്, കേൾവിയിലൂടെ, പിന്നെ നമ്മൾ സ്വയം പറയുന്നതിലൂടെ നമ്മൾ ഈ സാനിറ്റി അനുഭവിച്ച ആളുകളെ കണ്ടുമുട്ടുകയാണ്. ഒരിക്കൽ ഞാൻ എൻ്റെ സ്പോൺസറോട് പരാതി പറയാൻ തുടങ്ങി. മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു സാനിറ്റി, അല്ലെങ്കിൽ ആ ഒരു അമിതമായിട്ടുള്ള സന്തോഷം, അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്നത് പോലെയുള്ള ഒരു സ്റ്റെബിലിറ്റി എനിക്ക് കിട്ടാത്തത് എന്താണ്? എന്ന് വെച്ചാൽ വീണ്ടും കുടിക്കുക എന്നുള്ളതല്ല, പലപ്പോഴും വളരെ വികാരവിക്ഷുബ്ധനായി സംസാരിക്കുക, ദേഷ്യം വരിക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വികാരങ്ങൾക്കും ഞാൻ പെട്ടെന്ന് അടിമയാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു എന്നോട്, എത്ര വർഷക്കാലം നീ കുടിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞു 5 വർഷം കുടിച്ചു. പിന്നീട് എൻ്റെ ശരീരത്തിൽ പ്രശ്നമുണ്ടായി. ഞാൻ എൻ്റെ ചെസ്റ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് എന്നെ ഡോക്ടർ കാണിച്ചിട്ട് പറഞ്ഞു, ഇനി നീ കുടിച്ചാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു 5 വർഷം കൂടി നിർത്തി.
അതിനുശേഷം വീണ്ടും ഞാൻ ഒരു വൈന് കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു 5 വർഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായതിന് ശേഷമാണ് ഞാൻ എയിലെത്തി. അപ്പോൾ പറഞ്ഞു ഓക്കെ 5+5 10 വർഷം നീ കുടിച്ചു. എന്നിട്ട് നീ വന്ന് 3 മാസം 4 മാസം കഴിയുമ്പോഴത്തേക്കും ആ സന്തോഷം അത്രയും കാലം കൊണ്ടാണ് നീ കുടിച്ചു തീർത്തത്. അല്ലെങ്കിൽ 10 വർഷം എന്ന് പറയുമ്പോൾ 365 × 10 3650 ദിവസങ്ങളിൽ നീ കുടിക്ക് വേണ്ടി എടുത്ത അത്രയും ഭ്രാന്തമായ അവസ്ഥയിൽ നടന്ന നിങ്ങൾക്ക് 3 മാസം അല്ലെങ്കിൽ 90 ദിവസം കൊണ്ട് അതേ സുഖവും സന്തോഷവും അല്ലെങ്കിൽ അതിനൊക്കെ സാധാരണ അതിന് മുമ്പ് വന്നിട്ടുള്ള അംഗങ്ങൾ 10-20 വർഷം ആയിട്ടുള്ള അംഗങ്ങൾ അനുഭവിക്കുന്ന അതേ സുഖവും സന്തോഷവും അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അവിടെ വെച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനൊരു നല്ല സുഖത്തിലും സന്തോഷത്തിലേക്കും വരണമെങ്കിൽ എത്ര വർഷം കുടിച്ചിരുന്നോ അത്രയും കാലം എടുക്കുമെന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് വരാൻ തുടങ്ങി. പക്ഷേ അതിനർത്ഥം ഞാൻ വീണ്ടും കുടിക്കാൻ പോയി എന്നുള്ളതല്ല. ഞാൻ 1 day at a time അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഈ സുഖപ്പെടുക അല്ലെങ്കിൽ ഈ ക്യൂവേർഡ് എന്ന് പറയുന്ന ഒരു ആശയം ആൽക്കഹോളിസം അനോണിമസിൽ ഉപയോഗിക്കുന്നത് ആൽക്കഹോളിസത്തെ നമുക്ക് ക്യൂറാകാൻ സാധിക്കില്ല. പക്ഷേ ഈ മെൻ്റൽ കണ്ടീഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒബ്സഷൻ ഓഫ് ദ മൈൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ഓഫ് ദ ബോഡിയിൽ നിന്ന് അപ്പോൾ എൻ്റെ ശാരീരികമായിട്ടുള്ള സുഖപ്പെടലിൽ നിന്ന് അല്ലെങ്കിൽ ഹോപ്പ്ലെസ് സ്റ്റേജിൻ്റെ മൈൻഡിൽ നിന്ന് എനിക്ക് രക്ഷ നേടണമെന്നുള്ളതിൻ്റെ എസൻസ് എവിടെയാണ്? ടൈം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്ന ഒരു എസൻസ് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് സമയമെടുക്കും. ഞാൻ ഓടി എയിൽ വന്നുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും മാനസികവും ശാരീരികവും സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാകും എന്ന് ഞാൻ വിചാരിക്കരുത്. എൻ്റെ ഒരു അനുഭവം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എയിൽ വന്നതിന് ശേഷം ഞാൻ ഒരു വീട് പണിയുകയും എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വളരെ ടെൻഷനിലാണ്. അപ്പോൾ ഒരു മെമ്പർ എൻ്റെ വീട്ടിൽ അന്ന് അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലാണ് താമസിച്ച്. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കാൻ കൂടി ഞങ്ങൾ മരിച്ചുപോയ റൂബൻ അങ്ങനെ 2-3 പേര് ഒന്നിച്ച് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം നിനക്കിവിടെ കൊടുക്കാൻ പാടില്ലേ, എന്നിട്ട് ഈ കടങ്ങളൊക്കെ തീർക്കാൻ പാടില്ലെന്ന്. ഇപ്പോൾ ആ ഒരു ആശയം വന്ന് ഞാൻ അവിടെ നിന്ന് അപ്പോൾ ഞാൻ പലപ്പോഴും പരാതി പറയുന്നുണ്ട്. കാരണം ഈ ഞങ്ങളുടെ ആ സ്ഥലത്ത് കുറച്ച് പാറ ഉള്ളതുകൊണ്ട് വിൽപ്പന നടക്കുകയില്ല. അപ്പോൾ പലപ്പോഴും ഞാനത് വിൽക്കാൻ ശ്രമിച്ചിട്ടെങ്കിലും പാറയുണ്ട്, അതുകൊണ്ട് വെള്ളം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അവിടെ ആ പഞ്ചായത്തിൽ അത് അങ്ങനെ ഉള്ളതാണ്. പക്ഷേ ഞാൻ ഒരു 10 സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന് വെച്ചാൽ ഉടനെ തന്നെ എയിൽ വന്നതിന് ശേഷമാണ് കച്ചവടം നടന്നു. ആ കാശ് കൊണ്ട് ഞാൻ എൻ്റെ അത്യാവശ്യം കടങ്ങളെല്ലാം തീർക്കാൻ തയ്യാറായി. പക്ഷേ എനിക്ക് മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്ഥലം വിറ്റ ആൾ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ അയാളെപ്പോഴും അപ്പോൾ എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡിൽ കൂടെയാണ് അദ്ദേഹം ഞാൻ കൊടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ പലപ്പോഴും ഞാൻ ഒരു ഷെയിം അല്ലെങ്കിൽ ഒരു ലജ്ജയോടുകൂടിയൊക്കെ ഞാൻ നോക്കാറുണ്ട്. കാരണം വീടിന് അപ്പോൾ അയാൾ അറിഞ്ഞോട്ടൊക്കെ തന്നെയാണ് മേടിച്ചതെങ്കിലും ഏതായാലും അയാൾ മേടിച്ചു. 3 മാസത്തിനുള്ളിൽ അയാൾ അവിടെ ഒരു കിണർ കുഴിച്ച് ധാരാളം വെള്ളം കിട്ടി. അയാളൊരു കുഴൽ കിണറടിച്ചു, അതിലും ധാരാളം വെള്ളം കിട്ടി. അപ്പോൾ ഞാൻ എയിലെത്തുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സംഗതി അവിടെ ഞാൻ കുഴൽക്കിണറൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ പൈസ പോയതല്ലാണ്ട് വെള്ളം കിട്ടിയിട്ടില്ല. പക്ഷേ എയിലെത്തിയതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഒരു ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം സംഭവിച്ചു പോയെന്നൊന്നല്ല. എയിൽ വന്നതിന് ശേഷം എനിക്കത് സംഭവിച്ചു. ദാറ്റ്സ് മിറാക്കിൾ ഫോർ മീ. അതൊരു അത്ഭുതമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ സമയമെടുക്കും എല്ലാ കാര്യങ്ങളും സോൾവ് ആകാൻ. ഞാൻ ചിന്തിച്ചതുപോലെ ഒറ്റയടിക്ക് എൻ്റെ എല്ലാ കടങ്ങളൊന്നും തീർക്കാൻ എനിക്ക് സാധിച്ചൊന്നുമില്ല. പക്ഷേ ഗ്രാജുവലി എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനും പലതും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനും ഇപ്പോൾ കാനഡയിലിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എനിക്ക് ഈ ഇങ്ങനെയൊന്നും ഒരു രാജ്യത്ത് പോകാനോ അങ്ങനെയൊന്നും പാസ്പോർട്ട് പോലും ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഷെയറിങ്ങിൽ പറയാറുണ്ട്. ആൽക്കഹോളിസം അനോണിമസിൽ വന്നതിന് ശേഷമാണ് പാസ്പോർട്ടിന് പോലും എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയത്. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എയിൽ വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ജഡ്ജ്മെൻ്റൊക്കെ മേടിച്ച് എനിക്ക് കൃത്യമായിട്ട് പാസ്പോർട്ട് കിട്ടാനായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തിയത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമയമെടുക്കും ഓരോ കാര്യങ്ങളും ശരിയായി വരാൻ. അതിനുള്ള ക്ഷമ കാണിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്.
നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങിലൂടെ യാത്രയിൽ ആ സമയം ചെലവഴിക്കലിലൂടെയാണ് എനിക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. അല്ലെങ്കിൽ സുബോധത്തിൽ നിൽക്കുന്ന, റിക്കവറിയിൽ നിൽക്കുന്ന പലരും സംസാരിച്ചപ്പോഴാണ് എൻ്റെ തലയിൽ, എൻ്റെ ബ്രെയിനിൽ വിശ്വാസം എന്ന കാര്യം രജിസ്റ്ററായത്. വന്നപ്പോൾ, അതായത് കെയിം എന്ന് പറഞ്ഞാൽ ഞാൻ എയിൽ വന്നപ്പോൾ റിക്കവറി ആയിട്ടുള്ള ആളുകളെ കണ്ടു. കെയിം ടു എന്ന് പറയുമ്പോൾ റിക്കവറി ആയിട്ടുള്ള ആളുകളുടെ സംസാരങ്ങൾ തുടർച്ചയായി ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഞാൻ കെയിം ടു ബിലീവ്, ഞാൻ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അത് മറ്റുള്ളവരുടെ ഷെയറിങ്ങുകൾ കേട്ടുകൊണ്ടിരിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും മീറ്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടാണ്. പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ്, നമ്മളെക്കാൾ വലിയ ഒരു ശക്തി അല്ലെങ്കിൽ ഉന്നത ശക്തി. പലപ്പോഴും മീറ്റിങ്ങിൽ കുറച്ചധികം കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പലരും പറയാറുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന കോഫി കപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉന്നത ശക്തിയായിട്ട് കാണാം, നിങ്ങളുടെ ചെയർ ഉന്നത ശക്തിയായിട്ട് കാണാം. അപ്പോൾ അതിലൊരു അപാകത എനിക്ക് തോന്നിയതാണ്, മറ്റുള്ളവർക്ക് അത് തോന്നുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒബ്ജക്റ്റുകളെല്ലാം, ഈ കപ്പായാലും കോഫി കപ്പ് ആയാലും ചെയറായാലും ഒക്കെ ചിലർ പറയാറുണ്ട് സ്റ്റോൺ, കല്ലുകൾ ആണെങ്കിൽ പോലും ദൈവമായിട്ട് അംഗീകരിക്കണമെന്നൊക്കെ, അല്ലെങ്കിൽ ഉന്നത ശക്തിയായിട്ട് അംഗീകരിക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് ഹ്യൂമൻ മെയ്ഡായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില വസ്തുക്കളിലൂടെയാണ് അവർ ആ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്കത് സ്വീകാര്യമായി തോന്നിയില്ല. കാരണം ഒരു ഉന്നത ശക്തി എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ നിർമ്മിത വസ്തുവല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് പലപ്പോഴും എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ ഒരു ഒബ്ജക്ഷൻ കാണാറുണ്ട്. പലപ്പോഴും ഇവിടെയുള്ള ഇംഗ്ലീഷ് മീറ്റിങ്ങിലൊക്കെ പറയും, നിങ്ങൾക്ക് റേഡിയേറ്ററിനെ വിശ്വസിക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ ഈ ഡോർ നോബിനെ വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ ചെയറിനെ വിശ്വസിക്കാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഹ്യൂമൻ, അവനവൻ്റെ മനുഷ്യ നിർമ്മിതമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രോഗം അത് വളരെ കോംപ്ലക്സ് പിടിച്ച വളരെ ഭീകരമായൊരു അസുഖത്തിന്, അല്ലെങ്കിൽ ഭൂമിയിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭീകരമായ രോഗത്തിന് അല്ലെങ്കിൽ ഇൽനെസ്സിന്, അസുഖത്തിന് നമ്മൾ അടിമകളാണെന്നോ അല്ലെങ്കിൽ നമ്മൾ അസുഖബാധിതരാണ്. ആൽക്കഹോളിസം നമുക്കറിയാം, മനുഷ്യ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരസുഖം, നമ്മുടെ തന്നെ ശരീരത്തിനും മനസ്സിനും ഭീഷണിയായിട്ടുള്ള ഒരസുഖം, അങ്ങേറ്റം കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള അസുഖം, ടെർമിനൽ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖം. ഈ അസുഖത്തിനാണ് നമ്മൾ ഇവിടെ പരിഹാരം കണ്ടെത്തുന്നത്, സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഇത്തരം അസുഖമുള്ള നമുക്ക്, അല്ലെങ്കിൽ ഇത്രയും ഭൂമിയിൽ വെച്ച് ഏറ്റവും സങ്കീർണമായിട്ടുള്ള അസുഖമുള്ള നമുക്ക് ദൈവത്തെ ഒരു പക്ഷേ വിശ്വസിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഒരു പക്ഷേ ഞാനും അതിലുൾപ്പെടുന്ന ആളായിരിക്കാം. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ ഗോഡ് എന്ന വാക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവം എന്ന വാക്കിനെ കുറിച്ച് ഓർത്ത് പരിഭ്രാന്തപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഗോഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് എന്നോ ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്നോ അങ്ങനെ പല രീതിയിൽ നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലം എന്നോ ഒക്കെ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഗോഡിനെ പറ്റി അല്ലെങ്കിൽ ദൈവനാമത്തെ പറ്റി പറയാം. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരാശയത്തിലേക്കാണ് പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ മീറ്റിങ്ങിൽ ഞാൻ ഇതുവരെയും സഞ്ചരിച്ചിട്ട് ആരും പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ കസേരയാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് കസേരയോട് എൻ്റെ മോറൽ ഇൻവെൻട്രി നടത്തിയെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഭയം കൂടാതെ അതിൽ നിന്ന് മോറൽ ഇൻവെൻട്രി നടത്തി അഡ്മിറ്റഡ് ടു ചെയർ ടു അവർ സെൽവ്സ് ആൻഡ് ടു അനദർ ഹ്യൂമൻ ബീയിങ് ദ എക്സാക്ട് നേച്ചർ ഓഫ് അവർ റോങ്സ് എന്നോ, അതായത് എൻ്റെ കസേരയോടും മറ്റൊരാളോടും എൻ്റെ തെറ്റുകൾ ഞാൻ കണ്ടെത്തിയെന്നൊക്കെ അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന രീതിയിലൊന്നും, അഞ്ചാം പടി പറയുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ ദൈവം എന്നുള്ളൊരു വിശ്വാസം ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് വന്ന എനിക്ക് കുറച്ചും കൂടി ഈസിനെസ് ആയിട്ട് തോന്നി. ഈ ആൽക്കഹോളിക്കിനൊരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ എന്നിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നവനാണ്. അതായത് ഉന്നത ശക്തിയേക്കാൾ അമിതമായിട്ട് എനിക്കൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ പലപ്പോഴും പഴമക്കാർ പറയും, നീ രണ്ടാം പടി ചെയ്യുമ്പോൾ മിററിൻ്റെ മുമ്പിൽ പോയിരിക്കരുത്, നിൽക്കരുത്, കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് നീയാണ് ദൈവം എന്നുള്ള വിചാരത്തിൽ നിൽക്കരുത് എന്നുള്ളൊരു തമാശ രൂപത്തിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ
പലപ്പോഴും എയിൽ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്കും എ വർക്ക് ചെയ്യും, വിശ്വാസം ഉള്ളവർക്കും എ വർക്ക് ചെയ്യും. നീയാണ് ദൈവം അല്ലെങ്കിൽ ഞാനാണ് ദൈവം, ഷിബുവാണ് ദൈവം എന്ന് ഷിബു വിശ്വസിക്കുകയാണെങ്കിൽ എ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വന്തം കഴിവ് കൊണ്ട് ഈ ആൽക്കഹോളിസം എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് നമുക്ക് അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ആയിരക്കണക്കിന് തവണ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് തവണ നമ്മളിൽ ഓരോരുത്തരും പല വഴിക്ക് അത് പരീക്ഷിച്ച് പരാജയപ്പെട്ട് തന്നെയാണ് എയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ശക്തിക്ക് കഴിവില്ല എന്ന് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രോഗ്രാമിൽ ഈ ശക്തി ഉണ്ടായത് തന്നെ നമ്മുടെ ഡോക്ടർ ബോബിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന സമയത്ത് അവർ 6 മണിക്കൂർ സംസാരിച്ച് ഇതിലൂടെയാണ്. അപ്പോൾ ഈ ശക്തി അവിടെ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ കഴിഞ്ഞതും. ബോബിന് ശക്തി ബോബിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ചിന്തകളിലേക്ക് ബോബിനെ നയിക്കാനായിട്ട് സാധിച്ചതും. അതിനു മുമ്പാണെങ്കിൽ ബില്ലിൻ്റെ വീട്ടിൽ എബി താച്ചർ വിസിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ഈ ശക്തി പകർന്നു കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് ബില്ലിന് കിട്ടിയത്. എബി താച്ചറിനാകട്ടെ റോളണ്ട് ഹസാർഡിൽ നിന്നാണ് ശക്തി കിട്ടിയത്. അങ്ങനെ നമ്മളൊരു ചെയിൻ സിസ്റ്റം പോലെയാണ് എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് ഈ ഉന്നത ശക്തി എന്നുള്ള ആശയം എത്തിയിരിക്കുന്നത്. ഇനി നമ്മളത് വിശ്വസിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഷെയറിങ്ങിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ശക്തി നേടുന്ന ഒരു പ്രോഗ്രാമാണിത്. അല്ലെങ്കിൽ ശക്തി നേടാൻ വേണ്ടിയിട്ട് പരസ്പരം പങ്കുവെക്കുന്ന ഷെയറിങ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. കാരണം നമ്മൾ പലപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു അല്ലേ, വലിയൊരു ജനക്കൂട്ടം ഉണ്ടെങ്കിലും കുടിച്ചുകൊണ്ട് നമ്മൾ തനിയെ ഉള്ള ഒരു ലോകം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. നമ്മൾ കഴിഞ്ഞ അൺമാനേജബിലിറ്റിയെ പറ്റി സംസാരിച്ചപ്പോൾ നമ്മുടെ ഒരു നാടക നടൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ സംസാരിച്ചതാണ്. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എനിക്ക് ഒരു ശക്തി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയാണ് ആ ശക്തി എനിക്ക് കിട്ടുന്നതെന്ന് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. പക്ഷേ മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജനക്കൂട്ടവുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എന്നിലേക്ക് ആ ഒരു ശക്തി കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻസ്, നമ്മൾ പരസ്പരം ഒരു സ്വീറ്റ് ഡിപ്പെൻഡൻസിലാണ്, ഒരു മധുരകരമായിട്ടുള്ള ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് പലരും കോർത്ത് പിടിക്കുകയാണ്. നമ്മളൊരു സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അല്ലെങ്കിൽ ഒരു പരസ്പരം ഒരു ഇഷ്ടത്തോടെയാണ് നമ്മൾ ആൽക്കഹോളിക്കുകൾ പരസ്പരം ചേർത്ത് പിടിക്കുന്നത്. മാർട്ടിമെൻ എന്ന് പറയുന്ന നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ആദ്യത്തെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഗ്രാനി എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിന് എഴുതിയ കത്തിൽ പറയുന്നത് ഇതാണ്: വി ആർ നോട്ട് അലോൺ, നമ്മൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നമുക്ക് ഈ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സിലേക്ക് അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സിലേക്കുള്ള കടന്നു വരവിലൂടെ ഉന്നത ശക്തി എന്ന് പറയുന്ന ഒരാശയം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഡിപ്രഷനിൽ നിന്ന്, നിരാശയിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്ന്, മരണവെപ്രാളത്തിൽ നിന്ന്, മരിക്കാൻ പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് കടന്നു വന്ന നമുക്ക് ഒരാശ്വാസമായിട്ട് മാറുകയാണ് ഈ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ്. ഒരു കുടിയൻ മറ്റൊരു കുടിയനിലേക്ക് തൻ്റെ സ്ട്രെങ്ത്ത്, തൻ്റെ ശക്തി പകരുന്നതാണ് മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. അതായത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ശക്തി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലൊരു ശക്തി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തിരിച്ചും നിങ്ങളുടെ ശക്തി, എൻ്റെ ശക്തി നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും രണ്ട് വഴിക്കും ഈ ശക്തികൾ പകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പരസ്പരം കൂടിച്ചേരുന്നത്. നമ്മൾ ഒരു മിസറിയുടെ ഐലൻഡിലല്ല, അല്ലെങ്കിൽ നിരാശയുടെയോ ആകുലതകളുടെയോ ഒരു തുരുത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ തീർച്ചയായും ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. ആൾക്കൂട്ടത്തിൽ തനിയായിരുന്ന നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ ഇന്ന് ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു വലിയ പൂർണ്ണതയുടെ ചെറിയ ഭാഗമാണ് ഞാൻ എന്ന്. അപ്പോൾ എൻ്റെ ഭാഗം തീർച്ചയായും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ
ഒരു കൂട്ടായ്മയെ ആഗ്രഹിച്ചിരുന്ന, നമ്മൾ പലപ്പോഴും കുടിക്കാൻ പോയിരുന്നത് ഒരു കൂട്ടായ്മയുടെ പിൻബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും കൂട്ടുകാരായിട്ട് ബാറിൽ പോയിരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ആ സന്തോഷം കിട്ടാനും ചിലപ്പോൾ ആദ്യത്തെ 1-2 പെഗ്ഗിലെ കിക്കിൻ്റെ ആനന്ദം അനുഭവിക്കാനൊക്കെയാണ്. പക്ഷെ പിന്നീട് എയിലെത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ആ 2 കിക്കിൽ നിൽക്കുകയില്ല. 10ഉം 16ഉം 20ഉം 30ഉം കിക്ക് കിട്ടിയാലും നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ള അത്രമാത്രം ഒരു ശാരീരിക കെമിസ്ട്രി നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കുടിക്കാതെ നിൽക്കുന്നതും. എന്നാൽ ആൽക്കഹോളിസംസിൻ്റെ മീറ്റിങ്ങിലൂടെ മറ്റ് പല ആളുകളുമായിട്ട് നമ്മൾക്ക് കിട്ടേണ്ട ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ബാറിൽ കിട്ടിയതിനേക്കാളും അതിമനോഹരമായൊരു കൂട്ടായ്മ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും എയിലെ അംഗങ്ങൾ പറയാറുള്ളത്, നിങ്ങളെന്നും കുടിച്ചവരാണ്, നിങ്ങളെന്നും ബ്രാൻഡിക്കടയിൽ പോയവരാണ്, നിങ്ങളെന്നും ബാറിൽ പോയവരാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും എന്നും ആൽക്കഹോളിസംസിൻ്റെ മീറ്റിങ്ങിലും പോകണം. അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുപിടിക്കണം, അവരുടെ നമ്പർ സേവ് ചെയ്യണം, അവരുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ഈ ഇൻസാനിറ്റി അല്ലെങ്കിൽ സാനിറ്റി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ എതിരാണ് ഇൻസാനിറ്റി അല്ലെങ്കിൽ ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥ. കുടിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ കുടിക്കുമ്പോഴെല്ലാം നമ്മൾ പ്ലേ ചെയ്തതിന് അല്ലെങ്കിൽ നമ്മൾ കളിച്ചിരുന്നത് ബ്രെയിൻ പറയുന്നതിനനുസരിച്ചാണ്. തന്നെ 90% നമ്മുടെ ബ്രെയിനാണ് നമ്മളെ നിയന്ത്രിച്ചിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എവിടെ പോകണം, എന്ത് ചെയ്യണം, ആരോടെല്ലാം കൂട്ടുകൂടണം, എന്തൊക്കെ സംസാരിക്കണം. കാരണം നമ്മൾ നോർമൽ മൈൻഡിൽ സംസാരിക്കാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന മദ്യം കഴിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പലരോടും, ഭാര്യയോടായാലും അമ്മയോടായാലും മറ്റ് പലപ്പോഴും നമ്മളത് സംസാരിച്ചിരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ എയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ സാനിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് കുടിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് കിട്ടുന്ന ഒന്നാണ് സാനിറ്റി. കൂട്ടി നിർത്തുന്ന ഒരവസ്ഥയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, സ്ഥിരമായിട്ട് മീറ്റിങ്ങിന് വരുന്ന ആളുകൾ. ഇപ്പോൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ 1 മാസം 2 മാസമൊക്കെ മീറ്റിംഗ് കൂടിയ ഒരാൾ വീണ്ടും പോയി കുടിച്ചു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്താണ് ചെയ്യുന്നത്? അവരോട് പറയുന്നത് ഈ വീണ്ടും കുടി അല്ലെങ്കിൽ ആദ്യത്തെ കുടി നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയുടെ സ്റ്റെപ്പ് ചെയ്യുന്നത് ആദ്യത്തെ കുടിയെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മാർഗം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും വീണ്ടും കുടിച്ചു എന്ന് കേൾക്കുമ്പോൾ. പക്ഷേ ഒരു മനുഷ്യൻ്റെ മെൻ്റൽ ഒബ്സഷൻ മൂലമാണ് അയാൾ കുടിക്കുന്നത്. അയാൾ വിചാരിക്കുന്നത് മെൻ്റൽ ഒബ്സഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ കുടിക്കുന്നത്. പക്ഷേ വീണ്ടും കുടിക്കുമ്പോൾ അദ്ദേഹം 1 ബിയർ കുടിച്ചേക്കാമെന്ന് പറയുന്ന ആൾ 30 ബിയർ വരെ കുടിക്കുകയും ബോധം കെട്ടുപോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് ശരീരത്തിനുണ്ടാകുന്നൊരു കെമിസ്ട്രിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ ഒരാൾക്ക് ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ ഒരു മതിൽ പണിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പുകൾ ഉപയോഗിക്കുന്നത്. വീണ്ടും കുടിയിലേക്ക് ഓടിയെടുക്കുന്ന ഒരു ആൽക്കഹോളിക്കിനെ അല്ലെങ്കിൽ വീണ്ടും ഒരു ആദ്യത്തെ കുടിയെടുക്കാനായിട്ട് ചിന്തിക്കുന്ന ഒരു ആൽക്കഹോളിക്കിനെ തടയിടാൻ നൽകുന്ന മാർഗമാണ് 12 പടികൾ. കാരണം ആൽക്കഹോളിക്കായിട്ടുള്ള ഒരാൾ ആദ്യത്തെ കുടിയിൽ നിന്ന് മോചനം നേടാനായിട്ട് സ്വയം പ്രാപ്തനല്ല. അദ്ദേഹത്തിന് ദീർഘകാലത്തെ കുടി എപ്പോഴും കുടിക്കാനുള്ള പ്രേരണ മാത്രമാണ് അവന് മനസ്സിൽ കൊടുക്കുക. നമ്മൾ അത്ഭുതപ്പെട്ടിട്ടോ ചിരിച്ചുകൊണ്ടോ നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ഇയാൾക്ക് എന്ത് പറ്റിയെന്ന്. പക്ഷേ ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം അവന് മാത്രമേ അറിയൂ ആദ്യത്തെ കുടിയിൽ നിന്ന് മോചിതനാകാനായിട്ട് എത്രമാത്രം കഷ്ടപ്പാടുണ്ട്. അതിനുള്ള ആ ആദ്യത്തെ കുടിയിൽ നിന്ന് ഒരു ആൽക്കഹോളിക്കിനെ മോചിപ്പിക്കുന്ന ഒരു സ്റ്റെപ്പുകളാണ് തരുന്നത്, നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന് പലപ്പോഴും റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് മറ്റൊരു കുടിയിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ കുടിയിലേക്ക് ഒരു അംഗത്തിനെ മോചിപ്പിക്കുവാനുള്ള പ്രോഗ്രാമാണ് 12 പടികൾ. എന്തുകൊണ്ടാണ് അദ്ദേഹം കുടിക്കാൻ തയ്യാറാകുന്നത് അപ്പോഴും എയിൽ വന്നിട്ടാണെങ്കിൽ പോലും 12 പടികൾ ചെയ്തില്ലെങ്കിൽ അയാൾ ജീവിക്കുന്നത് ഇൻസാനിറ്റിയിലാണ്, ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയാണ്. അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയി കാണണം. പക്ഷേ ഈ പറയുന്ന സ്വഭാവങ്ങൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അയാളൊരു ഡ്രൈ ഡ്രിങ്ക് സ്റ്റേജിലാണ്. അപ്പോൾ അതുപോലത്തെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ദേഷ്യപ്പെടുക, എയിലാണെങ്കിൽ പോലും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുക, എയിൽ അംഗങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കുക,
ചെയ്യുന്നതെല്ലാം കുറ്റം, എല്ലാം നെഗറ്റീവാണ്. ഒരു കാര്യം പോലും പോസിറ്റീവ് ചിന്തയിലേക്ക് വരാതിരിക്കുക. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് നിനക്കൊന്നും പോസിറ്റീവായിട്ട് കാണാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവർക്കത് കഴിയാൻ സാധിക്കാത്തത് അവരെ ഇൻസാനിറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സാനിറ്റിയിലേക്കുള്ള യാത്രയാണ് രണ്ടാം പടിയിൽ നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സാനിറ്റി എന്ന വാക്കാണ്, സോബ്രേറ്റി എന്ന വാക്ക്, സുബോധം എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. സാനിറ്റി, ഭ്രാന്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, ഭ്രാന്തമായ ഒരവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സുബോധത്തിലേക്ക് എത്തിക്കാൻ. അപ്പോൾ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് മദ്യത്തിനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ എനിക്ക് ഒരു ഉന്നത ശക്തിയുടെ ശക്തിയാൽ മാത്രമാണ് ആദ്യത്തെ കുടിയിൽ നിന്ന്, അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്ന എന്നെ ഭരിച്ചിരുന്ന ആർത്തി പൂണ്ട പലിശക്കാരനെ പോലെ ജീവിതത്തിൽ നിന്ന് സ്വയം പര്യാപ്തത എടുത്തു കളഞ്ഞ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എനിക്ക് തീർച്ചയായും വേണ്ടത് ഒരു ഉന്നത ശക്തിയുടെ സഹായമാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ആദ്യത്തെ കുടിയിൽ നിന്നും മോചിതനാകാൻ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ റൂമിലേക്ക് കടന്നു വരുന്ന ഒരാൾ ഹോപ്പ്ലെസ് സ്റ്റേജിലാണ് കടന്നു വരുന്നത്, പ്രതീക്ഷയില്ലാതെയാണ് കടന്നു വരുന്നത്. പക്ഷെ അവിടെ അതേ സ്റ്റേജിൽ, അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാതെ അതിനു മുമ്പ്, അയാൾക്ക് മുമ്പ് കടന്നു വന്നിട്ടുള്ള ആളുകൾ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നത് കാണുകയാണ്. അവിടെയാണ് നമുക്ക് ഒരു പ്രതീക്ഷ കടന്നു വരുന്നത്. എനിക്കും അവരെ പോലെ മാറാൻ സാധിക്കും. ഇതാണ് രണ്ടാം പടിയുടെ തുടക്കത്തിലെ ഉള്ള ഒരു മെമ്പർ രണ്ടാം പടിയിൽ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കി വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ഉന്നത ശക്തിയെപ്പറ്റി മറ്റുള്ള അംഗങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗം ഉന്നത ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എത്തുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, പീപ്പിൾ നീഡ് പീപ്പിൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വ്യക്തികളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യരെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് എത്തിയതിന് ശേഷമാണ്. അതിനു മുമ്പൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടേതായ സെൽഫിഷ്നെസ് എന്ന് പറയുന്ന ഒരാശയത്തിൽ ഊന്നിയായിരുന്നു നമ്മുടെ ജീവിതം. റിക്കവറിയിൽ വരുന്ന ഒരു അംഗത്തോട് ഉന്നത ശക്തിയെപ്പറ്റി ആദ്യമേ മനസ്സിലാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്: എനിക്ക് നിന്നെയും ആവശ്യമുണ്ട്, നിനക്ക് എന്നെയും ആവശ്യമുണ്ട്. ഈ രണ്ട് ധാരണ ഉണ്ടാകുന്ന ഒരാൾക്കാണ് ഈ ഉന്നത ശക്തിയുടെ ഒരു തുടക്കം അവൻ്റെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഉന്നത ശക്തിയിൽ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സിനെ അംഗീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കാണുമ്പോഴാണ് നാളെ ഈ ഗ്രൂപ്പിലേക്കോ മീറ്റിങ്ങിലേക്കോ കടന്നു വരുന്ന സിക്ക് പേഴ്സണ്, അല്ലെങ്കിൽ രോഗബാധിതനായ, അല്ലെങ്കിൽ മദ്യാസക്തി എന്ന രോഗബാധിതനായ ഒരാൾക്ക് അവിടെ സുഖപ്പെട്ട ഒരാളുണ്ട്, അയാൾക്കൊരു ശക്തിയുണ്ട്, ആ ശക്തി ഞാനും കണ്ടെത്തണമെന്ന് മനസ്സിലാക്കാനും അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ടുമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ അസുഖത്തിന് ഉള്ള രണ്ടാമത്തെ പടിയിൽ നമുക്ക് വേണ്ടത് ഒരു ഡിസയറാണ്, ഒരു ആഗ്രഹമാണ്, ഒരു ഉന്നത ശക്തിയെ ആശ്രയിക്കാനുള്ള ആഗ്രഹം. അത് മാത്രം മതി നമ്മൾക്ക് ഈ പ്രോഗ്രാമിൽ രണ്ടാം പടി ചെയ്യുവാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്.